ഹായ് ഫ്രണ്ട്സ്. ഇപ്പോൾ കേരള PSCയുടെ 2024 നടക്കുന്ന LDC എക്സാമിൻ്റെ എക്കണോമിക്സ് ക്ലാസ്സുകളാണ്. ഈ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എക്കണോമിക്സ് എന്നാണ്, അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ്. ഇതിപ്പോൾ 5ാമത്തെ ക്ലാസ്സാണ്. നമുക്കൊരു 10-15 ക്ലാസ്സുണ്ട്, മൊത്തം ഒരു 15 ക്ലാസ് കൊണ്ട് എക്കണോമിക്സ് മുഴുവൻ തീരും. അതിൽ 5 മാർക്ക് ഉറപ്പിക്കാൻ പറ്റാവുന്ന രീതിയിൽ. ഇത് മുഴുവൻ നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായാണ് നടക്കുന്നത്. ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ദിനംപ്രതി പഠിക്കാനുള്ളത് കിട്ടും, അതിൽ നിന്നുള്ള എക്സാം കിട്ടും, അതുപോലെ തന്നെ വിശദമായ PDF നോട്ട് കിട്ടും. ഇന്ന് 25ാമത്തെ ദിവസമായി 90 ദിവസത്തേക്കാണ്. ഡേ 1 മുതൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. കാരണം എല്ലാം തന്നെ ഒരൊറ്റ ലിങ്കിൽ ലഭിക്കും. ഒരു ലിങ്കിൽ ഡേ 1 മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ക്ലാസ്സുകളും, എല്ലാ PDF നോട്ടുകളും, എല്ലാ ചോദ്യപേപ്പറുകളുമുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർത്തും ഫ്രീ ആണ്. ആ ക്രാഷ് കോഴ്സിൽ ചേരാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ ക്ലാസ് ഉണ്ട്, ഓൺലൈൻ എക്സാം ഉണ്ട്, ദിനംപ്രതി പഠിക്കാനുള്ള പ്ലാൻ ഉണ്ട്, വീഡിയോ ക്ലാസ്സുകളുണ്ട്, എല്ലാം അടങ്ങിയ പ്രോഗ്രാമാണ്. വാട്സപ്പിൽ തിരഞ്ഞു പോകേണ്ട, വാട്സപ്പ് ഗ്രൂപ്പിലാണ് നമ്മൾ അതിൻ്റെ മെസ്സേജ് നൽകുക. പക്ഷേ വാട്സപ്പ് ഗ്രൂപ്പിൽ വീഡിയോ ഒന്നും ഇടുകയല്ല ചെയ്യുക. ഒരു ലിങ്ക് ഉണ്ട്, ആ വെബ്സൈറ്റിൻ്റെ ലിങ്കിൽ കയറിയാൽ ഇതുവരെയുള്ള എല്ലാതും ഓർഡറായിട്ട് ഡേ 1, ഡേ 2, ഡേ 3 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണിത്. 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിൽ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത്. അപ്പോൾ ഒരു ക്ലാസ്സും കൂടിയിട്ട് ഇനി എക്കണോമിക്സ് ഉണ്ടാവുള്ളൂ, അതും കൂടി ഞാൻ പറയാം. പിന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടക്കും, ഭരണഘടനയിലേക്ക് കടക്കും, അങ്ങനെ ഓരോന്നും മാത്സിലേക്ക് കടക്കും, മലയാളത്തിലേക്ക് കടക്കും. അങ്ങനെ കുറച്ചായിട്ട് എല്ലാം പഠിച്ചു പോകുന്ന രീതിയാണ്. 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു ടേബിള് SCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പക്ഷേ ടേബിൾ നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ കൊല്ലത്തെയും നമ്മൾ തൊഴിൽ ലഭ്യത ശതമാനം അതൊന്നും PSC ചോദിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഇനി ചോദിച്ചാൽ തന്നെ അങ്ങനെയുള്ള അപൂർവം വരുന്നൊരു 10 ചോദ്യങ്ങളിൽ ഒന്നായിട്ട് അതിനെ കളഞ്ഞാൽ മതി. കാരണം നമ്മൾ ഇപ്പോൾ അവസാനത്തെ റൗണ്ടാണ്, ഇതൊരു ക്രാഷ് കോഴ്സാണല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1991 നമ്മുടെ എക്കണോമിക് പോളിസി മാറുന്നത്. അതിനുശേഷം പ്രാഥമിക മേഖല, ലോകത്തെല്ലായിടത്തും പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ കൃഷിയും അനുബന്ധ കാര്യങ്ങൾക്കും മുകളിലേക്ക് മറ്റ് മേഖലകൾ വരികയാണ്. ഇന്ത്യ ഒരു കാർഷിക രാജ്യമായിരുന്നു. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ കാർഷിക മേഖല പിറകോട്ടും മറ്റ് മേഖലകൾ മുന്നോട്ടും വരുന്നൊരു സ്ഥിതിയാണ്. കാർഷിക മേഖലയാണ് നമുക്കറിയാം പ്രാഥമിക മേഖല. അതുകൊണ്ട് തൊഴിൽ ലഭ്യത കൂടി വരുന്നത്, ഇന്നും ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്നത് കാർഷിക മേഖലയിലാണെങ്കിലും കാർഷിക മേഖലയിലെ തൊഴിൽ ലഭ്യത കുറഞ്ഞു വരികയാണ്. ദ്വിതീയ മേഖല എന്ന് പറഞ്ഞാൽ വ്യാവസായിക മേഖല, തൃതീയ മേഖല സേവന മേഖല, ഈ 2 തൊഴിൽ കൂടി വരുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഉത്തരം എന്താണ്? ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലും എന്നുള്ളതാണ്. സിമ്പിളാണല്ലോ. കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ എക്കണോമിക്സ് വളരെ സിമ്പിളാണ്. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ പണ്ട് കൃഷിക്കാരായിരിക്കാം. അപ്പം നിങ്ങളുടെ ജോലി കൃഷിയാണോ? അല്ല. അതൊന്ന് ആലോചിച്ചാൽ മതി. കൃഷി ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. ദേശീയ വരുമാനവും GDPയും അപ്പം നമുക്ക് നോക്കാം. ഈ മേഖലയിലെ തൊഴിലൊക്കെ കണക്കാക്കുന്നത് ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ടാണ്. അപ്പം ദേശീയ വരുമാനത്തിലെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ് GDP. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇല്ലാത്തവർ കഴിഞ്ഞ ക്ലാസ് എടുത്ത് നോക്കിയാൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എക്കണോമിക്സ് എളുപ്പമാണ്, മനസ്സിലാക്കി പഠിച്ചാൽ വളരെ പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് പോരും. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ആകെ മൂല്യമാണ് ദേശീയ വരുമാനം. ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ അതായത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും, ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും. ഒരു രാജ്യത്ത് സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുമെന്ന് സംശയമുണ്ടെങ്കിൽ മുന്നത്തെ ക്ലാസ് പോയി നോക്കുക. എക്കണോമിക്സിൽ അങ്ങനെ തന്നെയാണ്. ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെയാണ് എന്തെന്ന് പറയുന്നത്? ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് ആ ഡെഫിനിഷൻ. മനസ്സിലാവാത്തവർ മുന്നത്തെ ക്ലാസ്സിൽ നോക്കിയാൽ മതി. അതേസമയം GDP എന്ന് പറയുന്നത് ആ രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന
അന്തിമ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും വിപണി മൂല്യമാണ്. ദേശീയ വരുമാനത്തിലെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ് GDP എന്ന് പറയുന്നത്. അപ്പോൾ ആ GDP എന്ന് പറഞ്ഞാൽ എന്താ? അന്തിമ ഉൽപ്പന്നങ്ങളുടെ ആകെ പണമൂല്യമാണ് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന. അപ്പം അന്തിമ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഷർട്ട് ഒരു അന്തിമ ഉൽപ്പന്നമാണ്, അതായത് ഉപഭോക്താവിന് ഉപയോഗിക്കാൻ ലഭിക്കുന്ന ഉൽപ്പന്നം. പക്ഷേ ഈ ഷർട്ടിന് വേണ്ടിയിട്ട് അതിൻ്റെ ആൾ ഇതിന് തുണി ഉപയോഗിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ബട്ടൺ ഉപയോഗിച്ചിട്ടുണ്ട്, ഇതിന് നൂല് ഉപയോഗിച്ചിട്ടുണ്ട് തുന്നാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ വില കൂടി നമ്മൾ, അതായത് ആ ഉൽപ്പാദിപ്പിച്ച തുണിയുടെ വില കൂട്ടുന്നു, ഇത് ഉണ്ടാക്കുന്ന ബട്ടൻ്റെ വില കൂടുന്നു, ഇതിൻ്റെ എന്ത് കൂട്ടുന്നു, തുന്നാനുള്ള വിലയും സെപ്പറേറ്റ് കൂട്ടിച്ചാൽ, പക്ഷേ ഈ ആൾ അന്തിമ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഷർട്ടാണ്. ഈ അന്തിമ ഉൽപ്പന്നത്തിൻ്റെ വില നമ്മൾ കൂട്ടി, പിന്നെ ആ അന്തിമ ഉൽപ്പന്നത്തിൻ്റെ വില കൂട്ടുമ്പോൾ ഇത് ഉണ്ടാക്കിയ ആൾ ആ തുണിയുടെയും ബട്ടൻ്റെയൊക്കെ വില ഇതിൽ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഉൽപ്പാദിപ്പിച്ച, ഈ ഷർട്ടിന് വേണ്ടി ഉൽപ്പാദിപ്പിച്ച തുണിയുടെയോ ബട്ടൻ്റെയോ വില ഇതിൽ കൂട്ടില്ല. അതാണ് അന്തിമ ഉൽപ്പന്നങ്ങൾ, ഉപഭോക്താവിന് ഉപയോഗിക്കാൻ ലഭിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെ മാത്രം വില കണക്കാക്കി ഉണ്ടാക്കുന്നതാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം. GDP വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ മാത്രം GDP വെച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ 5ാമത്തെ സമ്പൽ വ്യവസ്ഥയാണ് ഇന്ത്യ. ലോകത്തിലെ ഇന്ന് 5ാമത്തെ സമ്പൽ വ്യവസ്ഥയാണ് ഇന്ത്യ. 2022 ഇന്ത്യയുടെ GDP 3.4 ട്രില്യൺ US$ ആയിരുന്നു. ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്, 3.4 ട്രില്യൺ US$. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല, GDPയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല സേവന മേഖലയാണ്. എടുത്തുചോളൂ, ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല, GDPയിൽ സംഭാവന നൽകുന്ന മേഖല സേവന മേഖലയാണ്. കാർഷിക മേഖലയല്ല, വ്യാവസായിക മേഖലയല്ല, സേവന മേഖലയാണ്. 53.8% വരും വേൾഡ് ബാങ്കിൻ്റെ കണക്ക് പ്രകാരം. അപ്പോൾ ആ ശതമാന കണക്ക് ഞാൻ പറഞ്ഞത് 50%-ലധികം, പകുതിയിലധികം ഇന്ത്യയുടെ GDPക്ക് സംഭാവന നൽകുന്നത് സേവന മേഖലയാണ്. ഇനി വരുമാനത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. കേരളത്തിൽ ഇതുപോലെ തന്നെ, കേരളത്തിൽ എങ്ങനെയാണ്? കേരള സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക അവലോകനം 2023 ഇറങ്ങിയിട്ടുണ്ട്. അത് പ്രകാരം കേരളത്തിൻ്റെ GDP എന്ന് പറയുന്നത് 12.05 ലക്ഷം കോടിയാണ്. 12 ലക്ഷം എന്ന ഓർത്ത് വയ്ക്കുക. അതിനോടൊപ്പം ഒരു 0.05 ലക്ഷം കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ 0.05 ലക്ഷം കോടിയും കൂടിയുണ്ട്. അപ്പം 12.05 ലക്ഷം കോടി ഇന്ത്യയുടേത്. നമുക്ക് പിന്നീട് പഠിക്കാം, ഇതൊന്ന് ഉറപ്പിച്ചോളൂ. 12.05 ലക്ഷം കോടി അവലംബം കേരള സർക്കാരിൻ്റെ സാമ്പത്തിക അവലോകനം. പലരുടേതും ചെറിയ വ്യത്യാസങ്ങളുള്ള കണക്കായിരിക്കും. അപ്പോൾ GDP ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യത്തിൻ്റെ പുരോഗതിയാണ്, അല്ല സൂചകമാണ്. പക്ഷേ അത് ജീവിത നിലവാരത്തിൻ്റെയോ സാമൂഹിക ക്ഷേമത്തിൻ്റെയോ പൂർണ്ണമായ ചിത്രം നൽകുന്നില്ല. അതിനോടാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സും അതുപോലെ തന്നെ ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് പല രീതികളുണ്ട് അല്ലേ? ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി, ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ഒരാൾക്കുള്ള വരുമാനം ആ രാജ്യത്തെ ജനങ്ങളുടെ ശരാശരി വരുമാനത്തിൻ്റെ സൂചകമാണ്. പ്രതിശീർഷ വരുമാനം കണക്കാക്കുന്നത് ദേശീയ വരുമാനത്തെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചിട്ടാണ്. അപ്പം ഇന്ത്യയുടെ സമ്പൽ വ്യവസ്ഥ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദാരിദ്ര്യം, അസമത്വം, തൊഴിലില്ലായ്മ തുടങ്ങിയവ നിരവധി വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഓർത്തു വെച്ചോളൂ, ഇന്ത്യ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ ഏതാ? ദാരിദ്ര്യമുണ്ട്, സാമ്പത്തിക അസമത്വമുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്. നമ്മുടെ ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ ഏതെല്ലാമാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദേശീയ വരുമാനം കണക്കാക്കുന്നത് 3 മേഖലയിൽ നിന്നുമാണ്. കാർഷിക മേഖല അഥവാ പ്രാഥമിക മേഖല, വ്യാവസായിക മേഖല അഥവാ ദ്വിതീയ മേഖല, സേവന മേഖല അഥവാ തൃതീയ മേഖല. ഈ 3 മേഖലകളെയും നമ്മൾക്ക് ദേശീയ വരുമാനം വരുന്നുണ്ട്. അടുത്ത ചോദ്യം ഞാൻ കണ്ടില്ലേ ചോദിച്ചത്, 2020-21 കണക്കനുസരിച്ച് GDPയിലേക്കുള്ള സംഭാവനയിൽ മുന്നിൽ നിൽക്കുന്ന മേഖല ഏതാണ്? സേവന മേഖലയാണ്.
2021 LGS ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ അത് തള്ളിക്കളയണ്ട. അതുകൊണ്ട് തന്നെ 2022-23 സേവന മേഖല തന്നെയാണ് GDPക്ക് സംഭാവന നൽകിയിട്ടുള്ളത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മൊത്തം ഉൽപ്പാദനത്തിൽ 59% സംഭാവന ചെയ്യുന്നതിനാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തൃതീയ മേഖല, ഈ സേവന മേഖല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 2019-20 വർഷത്തിൽ ഇന്ത്യയിൽ കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള കാർഷിക മേഖലയുടെ സംഭാവന ഏകദേശം എത്ര ശതമാനമായിരുന്നു? ചോദിച്ചത് LDC മെയിനാണ്. സോ ഈ ഭാഗം നമ്മൾ കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് GVP? നമ്മളിപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തെക്കുറിച്ച് പഠിച്ചു. മറ്റൊരു ടേം വരികയാണ് ഗ്രോസ് വാല്യൂ ആഡഡ്. ടെൻഷൻ അടിക്കേണ്ട, സിമ്പിളാണ്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. കുറച്ചല്ലേ പഠിക്കാനുള്ളൂ, അതുകൊണ്ടത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് ഉറപ്പിക്കാമല്ലോ അല്ലേ. 2019-20 വർഷത്തിൽ ഇന്ത്യയിൽ കൂട്ടിച്ചേർത്ത മൊത്തം മൂല്യത്തിലേക്കുള്ള കാർഷിക മേഖലയുടെ സംഭാവന 18%. ഇത് 2021 2019-20 കൊല്ലത്തിലെ കണക്ക് ചോദിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പഠിക്കേണ്ടത് 2022-23 അല്ലേ. ഇപ്പോൾ 2022-23 ഇത് ഇനി അപ്ഡേറ്റ് ചെയ്യപ്പെടും. കാരണം ഞാനിത് കാണിക്കാൻ ഉദ്ദേശിച്ചത് പ്രസ് റിലീസാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ പ്രസ് റിലീസിൻ്റെ ഭാഗമായി വന്ന ലിങ്കിൽ നിന്നാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ 2022-23 ഞാൻ കുറേ ബാക്കിയുള്ള സൈറ്റുകളിലൊക്കെ പോയി നോക്കി കിട്ടിയില്ല. പക്ഷേ ഇത് നമ്മൾ പഠിച്ചിരിക്കണം. കാരണം ഈ ചോദ്യം കാണുന്ന ഒരു ചോദ്യകർത്താവിന് ഈ ചോദ്യം ഒന്ന് ചോദിക്കാൻ തോന്നിയാൽ ചോദിക്കാം. കാരണം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ എത്ര ശതമാനമാണ് കാർഷിക മേഖലയുടെ GVAയിലുള്ളതാണ് കേട്ടോ. GVA എന്താണെന്ന് നമുക്ക് പഠിക്കാം. ആദ്യം ഓർത്ത് വെച്ചോളൂ, GDPയും GVAയും തമ്മിൽ വ്യത്യാസമുണ്ട്. GVAയിലുള്ള ഷെയർ പ്രൈമറി സെക്ടറിന് 18.8%. ഇത് GDPയിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവും, ചെറിയ വ്യത്യാസങ്ങളുണ്ട്. GVAയും GDPയും തമ്മിൽ വ്യത്യാസമുണ്ട്, പറയാം. സെക്കൻഡറി ദ്വിതീയ മേഖലയിൽ 28.4%. തൃതീയ മേഖലയിൽ 52.8%. തൃതീയ മേഖലയിൽ 52.8%. അതേസമയം തൃതീയ മേഖല അപ്പോഴും പകുതിയിൽ കൂടുതൽ തന്നെ. GVAയ്ക്കും ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരെന്നെയാണ്? സേവന മേഖലയാണ്. പകുതിയിൽ കൂടുതലുണ്ട് എന്ന് ഓർത്ത് നോക്കി, 50% കൂടുതലുണ്ട്. എന്താണ് GVA എന്ന് പറഞ്ഞാൽ? ഗ്രോസ് വാല്യൂ ആഡഡ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ്. ഒരു പ്രത്യേക കാലയളവിൽ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെയോ വ്യവസായത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെയോ സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദന പ്രക്രിയയിൽ സൃഷ്ടിക്കപ്പെട്ട മൂല്യമാണ് GVA. മനസ്സിലാവണില്ല അല്ലേ എന്തൊക്കെ പറയണമെന്ന്? സിമ്പിൾ. അതായത് GDP കണക്കാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് GVA കണക്കാക്കുന്നത്. ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം, അതാണല്ലോ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതായത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നമുക്ക് അവസാനിക്കില്ല. ഒരാവശ്യം കഴിഞ്ഞാൽ മറ്റൊരാവശ്യം വരും. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന്, നമ്മുടെ ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് നമ്മളൊരു സാധനത്തെയോ സേവനത്തെയോ ഉപയോഗിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശന്നാൽ നിങ്ങളൊരു പക്കറ്റ് ഭക്ഷണം മേടിച്ച് കഴിക്കും. നിങ്ങൾക്ക് കാർ ഓടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാറ് വാങ്ങും. ഇതൊക്കെ സാധനങ്ങളാണ്, നിങ്ങൾ കൺസ്യൂം ചെയ്യുകയാണ്. മേടിക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ വേണ്ടി മേടിക്കുകയാണ്. ഉപഭോഗമാണത്. നിങ്ങൾക്ക് PSC സർക്കാർ ജോലി കിട്ടണം, അത് നിങ്ങളുടെ ഒരു ആവശ്യമാണ്. അതിന് നിങ്ങൾ ഒരു ക്ലാസ്സിൽ ചേരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സേവനമാണ്. ഇങ്ങനെ രാജ്യത്ത് ഉണ്ടാകുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും, അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും, ഇപ്പം ഞാൻ ഈ സേവനം തരുമ്പോൾ ഞാൻ മറ്റു പലരിൽ നിന്നും പല സേവനങ്ങളും വാങ്ങിയിട്ടാണ്. ഇൻ്റർനെറ്റ് വേണം, ഈ ക്ലാസ് ഹോസ്റ്റ് ചെയ്യാൻ വെബ്സൈറ്റ് വേണം, അല്ല അതിന് ഹോസ്റ്റിംഗ് ചാർജ് ഉണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് നേരിട്ട് കിട്ടുന്നില്ല, മറിച്ച് അതിൻ്റെ ക്ലാസ് ആയിട്ടാണ് കിട്ടുന്നത് അല്ലേ. ഇപ്പം ഇതിൻ്റെയൊക്കെ പൈസ ഞാൻ ഏതിൽ ചേർക്കും? ഈ കോഴ്സിൽ ചേർത്തിട്ടാണ് നിങ്ങൾക്ക് തരിക. ഇതൊരു ക്ലാസ് ആണെങ്കിൽ. അപ്പോൾ എനിക്കങ്ങനെ കോഴ്സുകൾ നടക്കുന്നുണ്ട്, ആ കോഴ്സിൻ്റെയൊക്കെ ഭാഗം തന്നെയാണിത്. പക്ഷെ ഇത് യൂട്യൂബ് വീഡിയോ ആണ്, ഇതിന് ഞാൻ നിങ്ങളുടെ അടുത്ത് പൈസ മേടിക്കുന്നില്ല. പക്ഷേ ഞാൻ കോഴ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പൈസ അവിടെ കണക്ക് കൂട്ടും, എന്നിട്ട് കോഴ്സിനൊരു വില നിശ്ചയിക്കും. അതാണ് ആ അന്തിമ ഉൽപ്പന്നം, നിങ്ങൾക്ക് കിട്ടുന്ന ഉൽപ്പന്നം.
അപ്പോൾ ആ അന്തിമ ഉൽപ്പന്നത്തിൻ്റെ ആകെ പണമൂല്യത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, GDP എന്ന് പറയുന്നത്. എന്നാൽ GVAക്ക് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം, അതിൻ്റെ വിലയിൽ നിന്ന് അതിൻ്റെ ഉൽപ്പാദനത്തിനായി ഉപയോഗിച്ച അസംസ്കൃത വസ്തുക്കളുടെയും സേവനങ്ങളുടെയും വില കുറച്ചാൽ കിട്ടുന്നതാണ് GVA. ഇതിനായിട്ട് ഉപയോഗിച്ച അസംസ്കൃത വസ്തുക്കൾ, അതിൻ്റെ സേവനങ്ങളുടെയും വില കുറച്ചാൽ കിട്ടുന്ന മൂല്യമാണ് GVA. അപ്പം GVA ആണ് ശരിക്കും പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, സേവന മേഖല എന്നിവയെ ശരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. കാരണം എൻ്റെ കോഴ്സിനെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ കോഴ്സിന് ഒരുപാട് ആദ്യത്തെ ഘടകങ്ങളുണ്ട്. അതുപോലെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ അതിനൊരുപാട് അസംസ്കൃത പദാർത്ഥങ്ങളുണ്ട്. GDP കണക്കാക്കുമ്പോൾ ഈ അന്തിമ ഉൽപ്പന്നങ്ങളുടെ വില എന്ന് പറയുന്നത് അത് അതിൽ കയറിപ്പോകും. പക്ഷെ ഇവിടെ ആ അസംസ്കൃത പദാർത്ഥങ്ങളുടെയൊക്കെ വില കുറച്ച്, സേവനങ്ങളുടെയും വില കുറച്ചാൽ കിട്ടുന്ന മൂല്യമാണ് GVA എന്ന് പറയുന്നത്. എന്താണ് GVAയുടെ പ്രാധാന്യം? സാമ്പത്തിക വളർച്ചയുടെ ഒരു സൂചകമാണത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ ഒരു സൂചകമായി GVAയും ഉപയോഗിക്കും, GDP പോലെ. GVA കൂടുതലാണെങ്കിൽ സമ്പൽ വ്യവസ്ഥ നല്ല രീതിയിൽ പോകുന്നു എന്നാണ് അർത്ഥം. വിവിധ മേഖലകളുടെ സമ്പൽ വ്യവസ്ഥയിലേക്കുള്ള സംഭാവനകൾ വിലയിരുത്താൻ GVA സഹായിക്കും, നയരൂപീകരണത്തിന് സഹായിക്കും. ഇപ്പം GVA കണക്കാക്കുന്നത് ഒരു രാജ്യത്തെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം കണക്കാക്കാൻ GVA ഉപയോഗിക്കും. എന്നാൽ GVAയും GDPയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു രാജ്യത്തെ GDP കണക്കാക്കാൻ GVA ഉപയോഗിക്കും, പക്ഷേ GVAയും GDPയും തമ്മിൽ വ്യത്യാസമുണ്ട്. GVA എന്ന് പറയുന്നത്, ഞാൻ ഒന്നുകൂടി പറയുന്നു, എന്താണ്? ഒരു ഉൽപ്പന്നത്തിൻ്റെ വിലയിൽ നിന്നും അതിലെ അസംസ്കൃത പദാർത്ഥങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറച്ചതാണ്. ഇപ്പം എൻ്റെ കോഴ്സിലേക്ക് വേറെ കുറേ സേവനം ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ വില കുറച്ചതാണ്. അപ്പം GVA എന്നത് ഉൽപ്പാദന വശത്തെ അളവുകോലാണ്, GDP എന്നത് ഉപഭോഗ വശത്തെ അളവുകോലാണ്. കാരണം അത് അന്തിമ ഉൽപ്പന്നങ്ങളുടെ വിലയാണ്. GVAയോ ഉൽപ്പാദിപ്പിക്കുമ്പോൾ എത്ര വിലയുണ്ടായി എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ വിലയിൽ നിന്ന് എന്ത് കുറയ്ക്കുന്നു? അസംസ്കൃത പദാർത്ഥങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറയ്ക്കുന്നു. അപ്പോൾ ഉൽപ്പാദകന് അതെത്ര കിട്ടി? ഉൽപ്പാദകന് കിട്ടിയത് എത്രയാണ്? അതിൽ നിന്ന് ഇത് രണ്ടും കുറച്ചതാണ്. ഏതൊക്കെ കുറച്ചതാണ്? ആ അസംസ്കൃത പദാർത്ഥങ്ങളും അതുപോലെ തന്നെ സേവനങ്ങളും കുറച്ച പൈസയാണ് നിങ്ങൾക്ക് കിട്ടിയത്. GDPയോ ഉപഭോക്താവിന് എത്ര പൈസ വന്നു അത് വാങ്ങാൻ, ഇങ്ങനെയുള്ളതാണ്. അപ്പോൾ GVAയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും മേലുള്ള നികുതി കുറയ്ക്കുകയും സബ്സിഡികൾ ചേർക്കുകയും ചെയ്യുമ്പോൾ GDP ലഭിക്കും. GVAയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും മേലുള്ള നികുതി കുറയ്ക്കുക, സബ്സിഡികൾ ചേർക്കുകയും ചെയ്യുമ്പോൾ GDP ലഭിക്കും. അത്ര ആലോചിച്ചാൽ മതി. അതൊരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയില്ല. പക്ഷേ GDPയും GDPയും തമ്മിലുള്ള വ്യത്യാസം ചെറുതായി മനസ്സിലായല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2021-22 വർഷം. അപ്പോൾ ഇതൊരു കൺഫ്യൂഷൻ വേണ്ട, ശ്രദ്ധിച്ചാൽ മതി. GVA എന്ന് പറയുന്നത് എന്താണ്? GVA എന്ന് പറയുമ്പോൾ അന്തിമ ഉൽപ്പന്നം GDPക്കാണ്, അതിൻ്റെ പണമൂല്യം. GVA എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിലയിൽ നിന്ന് എന്ത് കുറയ്ക്കും? അസംസ്കൃത പദാർത്ഥങ്ങളുടെയും സേവനങ്ങളുടെയും. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് രണ്ടും മാറ്റിവെക്കുന്നു. എന്താണ് ഇത്ര പ്രശ്നം? അപ്പോൾ ഉൽപ്പാദനത്തിനായി ഉപയോഗിച്ച അസംസ്കൃത പദാർത്ഥങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറയ്ക്കും ഒരു ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ വിലയിൽ നിന്ന്. ഇനി അടുത്തത് നമ്മൾ നോക്കുമ്പോൾ GVAയിൽ നിന്ന് GDP കിട്ടാൻ, GVAയിൽ നിന്ന് നമ്മൾ GDP ഉണ്ടാക്കും. GVAയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും മേലുള്ള ഇതിൻ്റെ മുകളിലുള്ള നികുതി കുറയ്ക്കുക, എന്നിട്ട് സബ്സിഡികൾ കൂട്ടുക. അതിപ്പോൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ട. അത് കണക്കാക്കാൻ അങ്ങനെ സബ്സിഡി കൂട്ടുന്നു, നമ്മൾ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതാണ് GDP. 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ GDPയിലേക്ക് വിവിധ മേഖലകളിൽ നൽകുന്ന സംഭാവനകളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത്. വീണ്ടും ചോദ്യം ആവർത്തിക്കുന്നു. കുറേ കൂടി പ്രിസൈസായി എത്ര ശതമാനമാണെന്നൊക്കെ പറഞ്ഞിട്ട്. നേരത്തെ ഏറ്റവും കൂടുതൽ നൽകുന്ന സംഭാവന ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ 50% കൂടുതൽ നൽകുന്നുണ്ട് തൃതീയ മേഖല എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, തൃതീയ മേഖല 50% കൂടുന്നുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു. അങ്ങനെ വരുമ്പോൾ പ്രസ്താവന 1 ശരിയാണ്. ഇവിടെ പ്രസ്താവന 1 ശരിയാണ് എന്ന് പറയുന്നത്, ഇവിടെ 1 ശരിയല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കി. 1 ശരിയാണ്. ഇനി നമുക്കറിയാം
ബാക്കി എല്ലായിടത്തും എന്തുണ്ട്? ഒന്നുണ്ട്. അതുകൊണ്ട് ഒരു ഓപ്ഷൻ ഒഴിവായല്ലോ. ബാക്കി 2 ഓപ്ഷനിലേക്ക് നോക്കിയാൽ മതി. ഇനി നമ്മൾ പ്രസ്താവന 2, ദ്വിതീയ മേഖലയുടെ സംഭാവന 30% കുറവാണ്. നിങ്ങൾക്ക് അറിയില്ല അല്ലേ? പക്ഷെ ശരിയാണ്. ദ്വിതീയ മേഖലയുടെ സംഭാവന 30% കുറവാണ് 2021-22. ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്നത് പ്രാഥമിക മേഖലയാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നേരത്തെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. പ്രാഥമിക മേഖല പുറകോട്ട് വരികയാണ്. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവന നമുക്കറിയാം, അത് ശരിയാണ്. അപ്പോൾ 3 ശരിയാണെന്ന് അവിടെ കണ്ട് അവിടെ നോക്കുമ്പോൾ 1, 2, 3 ശരിയല്ല എന്നാണ്. ഇത് നേരത്തെ തന്നെ ഒഴിവാക്കാമായിരുന്നു. ഇനി ഈ 2 ഓപ്ഷനേ ഉള്ളൂ. അതിൽ 1ഉം 3ഉം ശരിയാണ് എന്നും 2 ശരിയല്ല എന്ന് ഇവിടെയുമുണ്ട്. അപ്പോൾ 2 ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് ഓക്കെ അല്ല. 2 ശരിയാണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രസ്താവന 1, 2, 3 ശരിയാണ് എന്ന് പറയുമ്പോൾ ഏതാണ്? പ്രസ്താവന 1, 2, 3 ശരിയാണ് എന്നുള്ളത് ആണ് ഇവിടെ ശരി. പക്ഷേ എല്ലാം ശരിയല്ല എന്നാണ് ഞാൻ തന്നിട്ടുള്ളത് അല്ലേ? പ്രസ്താവന 1, 2, 3 എല്ലാം ശരിയാണ്. ഇവിടെ എല്ലാം ശരിയാണ്. എല്ലാം ശരിയാണ് കേട്ടോ. ഇതിലെ പ്രസ്താവന 1, 2, 3 എല്ലാം ശരിയാണ്. അതുകൊണ്ട് ഇത് എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ. അപ്പോൾ ഇവിടെ എല്ലാം ശരിയാണ്. തൃതീയ മേഖല 50%-ൽ കൂടുതൽ സംഭാവന നൽകുന്നു. ദ്വിതീയ മേഖലയുടെ സംഭാവന 30%-ൽ കുറവാണ്. ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്നത് പ്രാഥമിക മേഖലയാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചുള്ളത് 2021-22 സാമ്പത്തിക റിപ്പോർട്ടാണ്. ചോദിച്ച കൊല്ലം 2023 അപ്പോൾ അതേ വന്നിട്ടുള്ളൂ. എന്നാൽ നമുക്ക് ഇപ്പോൾ വേണ്ടത് 2022-23 റിപ്പോർട്ട് തന്നെയാണ്. 2023-24 റിപ്പോർട്ടിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഞാൻ പറയാം എന്തുകൊണ്ട് 2022-23 റിപ്പോർട്ട് നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന്. നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്, ടെൻഷൻ അടിക്കേണ്ട. എന്താണ് സാമ്പത്തിക സർവേ? ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇത് സാമ്പത്തിക സർവേ പ്രകാരമുള്ളതാണ്. ഇത് എന്ത് പ്രകാരമുള്ളതാണ്? സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരമുള്ളതാണ്. എന്താണ് സാമ്പത്തിക സർവേ? സിമ്പിളാണ്. ബജറ്റിന് മുന്നേ അതിൻ്റെ തലേ ദിവസം അവതരിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെയാണിത്. ഓരോ വർഷവും കേന്ദ്ര ബജറ്റിന് മുമ്പായി ധനമന്ത്രാലയം പുറത്തിറക്കുന്ന ഔദ്യോഗിക പ്രമാണമാണ് സാമ്പത്തിക സർവേ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വർഷവും കേന്ദ്ര ബജറ്റിന് മുമ്പായിട്ട് കേന്ദ്ര സർക്കാർ ഇറക്കുന്ന ഒരു ഔദ്യോഗിക ഒഫീഷ്യൽ ഡോക്യുമെൻ്റാണ് സാമ്പത്തിക സർവേ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ സമ്പൽ വ്യവസ്ഥയുടെ പ്രകടനം, കഴിഞ്ഞ വർഷത്തെ സമ്പൽ വ്യവസ്ഥ നേരിട്ട വെല്ലുവിളികൾ, നേട്ടങ്ങൾ ഇതൊക്കെ വിശകലനം ചെയ്യും. എന്നിട്ട് അടുത്ത സാമ്പത്തിക വർഷത്തെക്കുറിച്ച് പ്രവചനം ചെയ്യും. ഇത് അന്നന്ന നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന്. ഭാവിയിലെ സാമ്പത്തിക നയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് സർക്കാരിനെ സഹായിക്കുന്നതിനൊപ്പം പൊതുജനങ്ങൾക്കും സമ്പൽ വ്യവസ്ഥയുടെ അവസ്ഥയെക്കുറിച്ച് ഒരു വ്യക്തമായ ചിത്രം നൽകും. അപ്പോൾ ഓരോ വർഷവും കേന്ദ്ര ബജറ്റിന് മുമ്പായി ധനമന്ത്രാലയം പുറത്തിറക്കുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വെല്ലുവിളികൾ, നേട്ടങ്ങൾ എന്നിവ വിശകലനം ചെയ്യുന്നു. ഭാവിയിലെ സാമ്പത്തിക നയങ്ങൾ സർക്കാരിന് രൂപപ്പെടുത്താൻ സഹായിക്കുന്നതിനോടൊപ്പം പൊതുജനങ്ങൾക്കും ഇതിനെക്കുറിച്ച് ഒരു അവബോധം, ഒരു കാഴ്ചപ്പാട് ലഭിക്കുന്നു. 2024 നമുക്കറിയാം പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ആ പൊതു തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് 2024 സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടില്ല. കാരണം ഒരു മുഴുവൻ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റില്ല. കാരണം സർക്കാർ ഇറങ്ങി, അടുത്തത് ഈ സർക്കാരാണോ മറ്റൊരു സർക്കാരാണോ എന്ന് വരിക നമുക്ക് പ്രവചിക്കാം, പക്ഷേ അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. അപ്പം പകരം കഴിഞ്ഞ വർഷത്തെ, അപ്പോൾ 2023-24 ബജറ്റിന് മുമ്പായിട്ട് 2024 ഒരു സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പുറത്തിറങ്ങിയിട്ടില്ല. കാരണം കേന്ദ്ര ബജറ്റ് പൂർണ്ണമല്ല. ആ കേന്ദ്ര ബജറ്റ് പൂർണ്ണമല്ലാത്തതുകൊണ്ട് അതിന് തൊട്ട് മുമ്പായി ഇറക്കുന്ന ഈ റിപ്പോർട്ട് ഇറക്കി. പക്ഷേ അത് ഇന്ത്യൻ സമ്പൽ വ്യവസ്ഥ ഒരു അവലോകനം എന്ന റിപ്പോർട്ടാണ് പുറത്തിറക്കിയത്. അത് കഴിഞ്ഞ 10 വർഷത്തെ വളർച്ചയാണ് വിലയിരുത്തുന്നത്. ഇപ്പം 2024 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP 7.2% കവിയുമെന്നാണ് ഈ റിപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഭാവിയിലേക്കുള്ള ചില പ്രവചനം നടത്തുമെന്ന്. തുടർച്ചയായി 3-ാം വർഷവും 7%-ലധികം വളർച്ച കൈവരിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറും. നോക്കൂ, ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലോകത്താകെ ഒരു സാമ്പത്തിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒരു 3% സാമ്പത്തിക വളർച്ച കിട്ടിയാൽ മതി എന്നാണ് ലോകരാജ്യങ്ങളിൽ പലതും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്ത്യ കഴിഞ്ഞ 2 വർഷങ്ങളിലായി 7%-ലധികം സാമ്പത്തിക വളർച്ച നേടിയിട്ടുണ്ട്. സാമ്പത്തിക അസമത്വമുണ്ട്, ദാരിദ്ര്യമുണ്ട്, മറ്റൊട്ടനവധി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും രാജ്യം മൊത്തം 7%-ലധികം സാമ്പത്തിക വളർച്ച ഈ കഴിഞ്ഞ 2 വർഷങ്ങളിലായി നേടിയിട്ടുണ്ട്.
ഈ 2024 നേടുന്നതോടുകൂടി തുടർച്ചയായി 3-ാം വർഷവും 7% വളർച്ച കൈവരിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറും. മാത്രമല്ല ഈ സാമ്പത്തിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഫിൻടെക് മേഖലയിൽ ഇന്ത്യ 5-ാമത്തെ സാമ്പത്തിക ശേഷിയായി. കൂടാതെ ഫിൻടെക് മേഖലയിൽ അമേരിക്ക, UK എന്നിവയ്ക്ക് പിന്നിൽ 3-ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഓഹരി വിപണിയിൽ ഹോങ്കോങ്ങിനെ മറികടന്ന് ആഗോള ഓഹരി വിപണികളിൽ ഇന്ന് 4-ാം സ്ഥാനത്താണ് ഇന്ത്യ. അപ്പോൾ ഇത് 2024 ഒരു സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പുറത്തിറങ്ങിയില്ല. 10 വർഷത്തെ ഒരു അവലോകനമാണ് ഇറങ്ങിയത്. എന്നാൽ 2022-23 ഇറങ്ങി. അതുകൊണ്ട് 2022-23 ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് മുന്നേ ചോദിച്ചിട്ടുണ്ട്. 2022-23 സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പക്ഷേ ഓരോ മേഖലയുടെയും കൃത്യമായ GDP വിഹിതം പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും മൊത്തത്തിലുള്ള പ്രവണതകൾ, ആപേക്ഷിക പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്ന് സേവന മേഖല. മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ സേവന മേഖലയുടെ സംഭാവന ഏറ്റവും വലുതാണെന്ന് സർവേ പറയുന്നുണ്ട്. അവിടെയും സേവന മേഖലയാണ് പ്രധാനം. കാർഷിക മേഖലയുടെ പങ്ക് കുറഞ്ഞു വരികയാണ്. എങ്കിൽ പോലും ഇതിപ്പോഴും ഒരു പ്രധാന മേഖലയാണ്. തൊഴിലും ഉപജീവനവും ഒക്കെ അതുകൊണ്ട് കഴിഞ്ഞു പോകുന്ന ഒരുപാട് ഇന്ത്യക്കാരുണ്ട്. അതുകൊണ്ട് ഒരു പ്രധാന മേഖലയാണ്. നിർമ്മാണ മേഖലയിൽ പുനരുജ്ജീവനം സൂചനകൾ കണ്ടെത്തിയിട്ടുണ്ട്. വരും വർഷങ്ങളിൽ GDPയിലേക്ക് നിർമ്മാണ മേഖലയിൽ നിന്ന് കൂടുതൽ വരുമാനങ്ങൾ വരും. അപ്പോൾ ഇന്ത്യയുടെ GDP വളർച്ച 2022-23 വർഷത്തിൽ 7.2% 2024 അത് 7.2% കടന്ന് 7.3% ആകുമെന്നാണ്. ഇന്ത്യയുടെ GDP വളർച്ച 7.2% കവിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 7.3 ഒക്കെ ആവാം, അതിൽ കൂടുതലാവാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 2022-23 എന്താണ് അവിടെ 7.2% സാമ്പത്തിക വളർച്ച. ഇങ്ങനെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇങ്ങനെ വിവിധ മേഖലകളെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും നമുക്ക് ആധികാരികമായി ആശ്രയിക്കാൻ പറ്റാവുന്ന മറ്റൊരു റിപ്പോർട്ടാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകൾ. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അത് 2022-23 മേഖല തിരിച്ചുള്ള GDP വിഹിതം പറയുന്നുണ്ട്. അത് പ്രകാരം പ്രാഥമിക മേഖലയിൽ 18.4%. ഓർത്തു വെച്ചോളൂ. ഒരു ചോദ്യം വന്നാൽ, ഇത് ഉത്തരം വന്നാൽ നമുക്കിനി ക്ലിയർ ആയി കേൾക്കാം. 18.4%. ദ്വിതീയ മേഖല നേരത്തെ പറഞ്ഞതുപോലെ 30%-ൽ കുറവാണ്. 28.5% ഉള്ളൂ. 30%-നോട് അടുത്ത് എത്തിയിട്ടേ ഉള്ളൂ. 28.5%. എന്നാൽ ഉൽപ്പാദന മേഖലയിൽ 53.1% ഉണ്ട്. നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. 50%-ൽ കൂടുതലാണ് സേവന മേഖല. ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ കിട്ടുന്നത് സേവന മേഖലയിൽ നിന്നാണ്. അതിനോടൊപ്പം ഒരു 3 കൂടി ചേർത്ത് 53 ആ 3.1 കൂടി ഓർത്ത് വയ്ക്കുക. എന്നാൽ കാർഷിക മേഖല 20%-ൽ താഴെയാണ്. വളരെ താഴെയല്ല. ഒരു 1.5 18.5 1.5 കുറച്ചാൽ 20 കുറച്ചാൽ 18.5 ഒന്നും കൂടി കുറയ്ക്കുക 18.4. ഇനി മറ്റൊന്ന് നോക്കൂ, 30%-ന് താഴെ. അപ്പോൾ 50%-ന് മുകളിൽ ദ്വിതീയ മേഖല 30%-ന് താഴെ, പ്രാഥമിക മേഖല 20%-ന് താഴെ. ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. മറ്റോടത്ത് ഒരു 53.1 ഒരു 3.1 കൂടുതൽ, മറ്റോടത്ത് രണ്ടോടത്തും ഒരു 1.5 കുറവ്. അത് ഒരു പോയിന്റ് കൂടി, ഒരു 1 കൂടി കുറവാണ് പ്രാഥമിക മേഖലയിൽ. അതുകൊണ്ട് 20-ന് താഴെ 18.4, മറ്റേത് 28.5. ഇങ്ങനെ കണക്ക് പഠിക്കുമ്പോൾ വെറുതെ ഈ ശതമാന കണക്കൊക്കെ പഠിക്കുമ്പോൾ അത് കമ്പയർ ചെയ്ത് പഠിക്കാം, നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. 2022-23 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം പെർ ക്യാപിറ്റ ഇൻകം എത്രയാണ്? 2 തരത്തിൽ പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ ആൻസർ വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. ഒന്ന്, 2011-12 സ്ഥിരവിലയാക്കി എടുത്താൽ പണപ്പെരുപ്പം കണക്കിലെടുക്കാതെ എടുക്കുകയാണെന്ന് വെച്ചാൽ 1,72,000 ഉണ്ട്. പണപ്പെരുപ്പം കണക്കിലെടുത്താൽ 98,374 ഉള്ളൂ. പണപ്പെരുപ്പം ഉണ്ടായിട്ടുണ്ട്. അതായത് പണ്ട് 10 രൂപയ്ക്ക് മേടിക്കുന്ന സാധനം ഇന്ന് 10 രൂപയ്ക്ക് കിട്ടില്ല. അപ്പോൾ നമ്മുടെ വരുമാനം കൂടി ഉണ്ടാവും. പണ്ട് 10 രൂപ കിട്ടുന്നത് വെച്ചാൽ ഇപ്പോൾ ചിലപ്പോൾ 172 രൂപ കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ 1,172 രൂപ കിട്ടുന്നുണ്ടാവും. പക്ഷേ അന്നത്തെ 10 രൂപയുടെ കണക്കിൽ ഇന്നത്തെ 1,172 രൂപയെ കണക്കാക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ പണപ്പെരുക്കം കണക്കാക്കിയാൽ 1,00,000-ന് താഴെയാണ് എന്ന് ആദ്യം ഓർത്ത് വയ്ക്കുക. ഇന്ത്യക്കാരൻ്റെ വരുമാനം പണപ്പെരുപ്പം കണക്കാക്കിയാൽ, ആക്ച്വൽ വരുമാനമല്ല. പണ്ട് 1,00,000-ന് വാങ്ങാൻ പറ്റാവുന്ന സാധനം ഇന്ന് 1,00,000-ന് വാങ്ങാൻ പറ്റും. അപ്പം പണ്ട് നമുക്ക് കിട്ടിയ വരുമാനം 98,374, അല്ല ഇപ്പം 98,374.
2011-12 കണക്ക് വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ഈ 98,374 രൂപയുടെ സാധനമാണ് നമുക്ക് 2011-12 സാധനങ്ങൾ കിട്ടിയത് വാങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ ശരിക്കും നോക്കുകയാണെങ്കിൽ 1,72,000 ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇത് പണപ്പെരുപ്പം കണക്കിലെടുക്കാതുള്ള വിലയാണ്. ഓക്കെ, പണപ്പെരുപ്പം കൂടി കൂട്ടിച്ചേർത്താൽ 1,72,000 ആണ്. പണപ്പെരുപ്പം ഇല്ലാതെ കണക്കാക്കിയാൽ 98,374 ആണ്. അതായത് ഈ വിലയിൽ പണപ്പെരുപ്പം കൂടി ഉണ്ട്. ഇത് പെരുപ്പിച്ച വിലയാണ്, മറ്റേത് സാധാരണ വിലയാണ്. 2011-12 ആസ്പദമാക്കി എടുക്കുമ്പോൾ അപ്പോൾ സ്ഥിര വിലയും നിലവിലെ വിലയും നിങ്ങൾക്ക് മനസ്സിലായി. അത് ജീവിത വരുമാനത്തെ, ജീവിത ചെലവിലെ മാറ്റങ്ങളൊന്നും കണക്കെടുക്കുന്നില്ല. ഇപ്പോൾ 2014-15 86,647 എന്ന് കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ 2022-23 1,72,000 എന്ന കണക്ക് ഗണ്യമായ വർധനവിനെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ കണക്ക് പണപ്പെരുപ്പം കണക്കെടുക്കുന്നതിനാൽ യഥാർത്ഥ വരുമാന വളർച്ച അളക്കാൻ സ്ഥിര വില കണക്കാണ് ഉപയോഗിക്കുന്നത്. രണ്ടും പഠിച്ചു. ഒന്ന് 1,00,000 താഴെയാണ്, മറ്റൊന്ന് 1,72,000 ആണ്. 1,00,000 താഴെ 98,000 അത്ര ഓർത്ത് വെച്ചാൽ മതി. അല്ലാതെ വല്ലാതെ കൺഫ്യൂഷൻ ആക്കുന്ന ചോദ്യം വരില്ല. 98,374. ഇനി താഴെ പറയുന്നവയിൽ സംഘടിത മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സംഘടിത മേഖലയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. തൊഴിൽ നിബന്ധനകൾ നിശ്ചയിച്ചിട്ടുണ്ട് സംഘടിത മേഖലയിൽ. ശരിയാണോ? ഉണ്ട്. സംഘടിത മേഖല എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗമാണെന്ന് വിചാരിക്കുക, അത് സംഘടിത മേഖലയാണ്. അവിടെ തൊഴിലാളി യൂണിയനുകൾ ഉണ്ടാവും, ഒരുപാട് ക്ഷേമ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും, പെൻഷൻ അടക്കം, നിങ്ങളുടെ ആരോഗ്യ ചെലവ്, ഇതൊക്കെ കണക്കാക്കും. അപ്പോൾ അത് മാത്രമല്ല, അവിടെ തൊഴിൽ നിബന്ധന ഉണ്ട്. ആ തൊഴിൽ നിബന്ധന ഉള്ളത് ശരിയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. അപ്പം നമുക്കിവിടെ 3ഉം 4ഉം എന്നുള്ളതിനെ ഒഴിവാക്കാം. ഇനി ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണമുണ്ട്, അതും ശരിയാണ്. അതിന് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണമുണ്ട്, അല്ലേ? സർക്കാർ ജോലിനെ കണക്കാക്കിയാൽ മതി സംഘടിത മേഖല എന്ന് പറയുമ്പോൾ. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി വന്നു. അപ്പം ഇവിടെ അപ്പോഴും ഒരാളും ഒഴിവായില്ല. താഴ്ന്ന വരുമാനം അല്ലല്ലോ, സർക്കാർ ജോലിക്കാർക്ക് താഴ്ന്ന വരുമാനം അല്ലല്ലോ. അതുകൊണ്ട് മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അതുകൊണ്ട് 1ഉം 2ഉം 3ഉം മാത്രം എന്ന് പറഞ്ഞാൽ തെറ്റാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം എന്ന് പറഞ്ഞാലും തെറ്റാണ്. അപ്പം ഇനി ഒരു ഓപ്ഷനേ ഉള്ളൂ, 1ഉം 2ഉം 4ഉം. ധാരാളം സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. നിങ്ങൾക്ക് അസുഖം വന്നാൽ, സർക്കാർ ജോലിക്കാരനായാൽ, നിങ്ങളുടെ വീട്ടുകാർക്ക്, നിങ്ങളുടെ ഡിപ്പെൻഡൻസിന് അസുഖം വന്നാൽ നിങ്ങൾക്ക് പെൻഷൻ, അസുഖം വന്നാൽ ചികിത്സയ്ക്കുള്ള പൈസ, നിങ്ങൾക്ക് പെൻഷൻ, അല്ലെ? അങ്ങനെ ഒരുപാട് സുരക്ഷയുണ്ട് സർക്കാർ ജോലിക്കാർക്ക്, നല്ല വരുമാനവുമുണ്ട്. അപ്പോൾ തൊഴിൽ നിബന്ധനകളുണ്ട്, ഗവൺമെൻറ് നിയന്ത്രണമുണ്ട്, ധാരാളം സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ 2 തരത്തിലുള്ള മേഖലയാണ്. സംഘടിത മേഖലയുമുണ്ട്, അസംഘടിത മേഖലയുമുണ്ട് ഇന്ത്യയിലെ. അപ്പോൾ ഔപചാരിക മേഖല എന്നാണ് സംഘടിത മേഖല അറിയപ്പെടുന്നത്. ഔപചാരിക മേഖല എന്നാണ്. എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ഈ മേഖലയിൽ പെടും. 10ൽ കൂടുതൽ തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങളും പെടും. 10ൽ കൂടുതലുണ്ടെങ്കിൽ അതും ഔപചാരിക മേഖലയിലാണ്. സ്ഥിരം ജീവനക്കാരാവും. അവർക്ക് തൊഴിൽ നിയമങ്ങൾ ബാധകമാണ്. തൊഴിലാളികളെ ഔപചാരിക തൊഴിലാളികൾ എന്ന് വിളിക്കും. ട്രേഡ് യൂണിയനുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഉയർന്ന വേതനത്തിനും ആനുകൂല്യങ്ങൾക്കും അവർക്ക് വിലപേശാം. ട്രേഡ് യൂണിയൻ ഉണ്ട്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ലഭ്യമാണ്. തൊഴിലവസരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ ശേഖരിക്കുന്നു. ഉദാഹരണമാണ് സർക്കാർ വകുപ്പ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വലിയ സ്വകാര്യ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇതൊക്കെ തന്നെ ഈ സംഘടിത മേഖലയ്ക്ക് ഉദാഹരണമാണ്. അസംഘടിത മേഖല എന്ന് പറയുന്നത് അനൗപചാരിക മേഖല എന്നും അറിയപ്പെടുന്നുണ്ട്. നേരത്തെ പറഞ്ഞത് ഔപചാരിക മേഖല. അവിടെ കർഷകരുണ്ട്, കർഷക തൊഴിലാളികളുണ്ട്, ചെറുകിട വ്യവസായ സംരംഭകരുണ്ട്, കൂലിത്തൊഴിലാളികളുണ്ട്. കർഷകർ, കർഷക തൊഴിലാളികൾ, ചെറുകിട വ്യവസായ സംരംഭകർ, കൂലിത്തൊഴിലാളികൾ. തൊഴിലാളികൾക്കും സംരംഭങ്ങൾക്കും സ്ഥിര വരുമാനമില്ല. തൊഴിലാളിക്കുമില്ല, സംരംഭത്തിനും സ്ഥിര വരുമാനമില്ല. സർക്കാർ സംരക്ഷണമില്ല, മാർഗനിർദ്ദേശങ്ങളില്ല. തൊഴിലാളികളെ എളുപ്പത്തിൽ പിരിച്ചുവിടാം. നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ അഗ്രികൾച്ചർ രംഗത്ത്, കൃഷി രംഗത്ത് ഒരു തൊഴിലാളി ഉണ്ടെങ്കിൽ അയാൾ എന്ന് വേണമെങ്കിലും പിരിച്ചുവിടാം. ഒന്നിലധികം തൊഴിലുടമയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളാണ്. അയാൾ ഇന്ന തൊഴിലാവില്ല. ചിലപ്പോൾ ഇന്ന് ഒരു പറമ്പിലായിരിക്കും, വേറൊരു ദിവസം മറ്റൊരു പറമ്പിലായിരിക്കും. പുതിയ സാങ്കേതിക വിദ്യ, പഴയ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. അവിടെ പുതിയ സാങ്കേതിക വിദ്യ ഇല്ല. താമസിക്കുന്നത് പുറമ്പോക്കുകളിലും ചേരികളിലും ആയിരിക്കും പലപ്പോഴും. കൃഷി തൊഴിലാളികൾ. പക്ഷേ കേരളത്തിലെ തൊഴിലാളികൾ കുറച്ച് വ്യത്യാസമാണ്, അല്ലേ? നിർമ്മാണ തൊഴിലാളികൾ, വീട്ടുജോലിക്കാർ, തെരുവ് വിൽപ്പനക്കാർ,
ചെറുകിട വ്യവസായികൾ, ഇത് കേരളത്തെ വെച്ച് കണക്കാക്കേണ്ട, ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഒരു വലിയ ദുരിതത്തിൽ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ എക്കണോമിക്സിലെ ഈ ക്ലാസ് കഴിഞ്ഞു. ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കാണ് ഇന്നും ഇനി നാളെയും നമ്മൾ നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇനി ഈ വീഡിയോ ക്ലാസ്സൊക്കെ ഒന്ന് ചേർത്തിട്ട് എക്കണോമിക്സിൻ്റെ പരീക്ഷയായിരിക്കും മറ്റന്നാൾ നിങ്ങൾക്ക് നമ്മുടെ ക്രാഷ് കോഴ്സിൽ ഡീറ്റെയിൽഡ് നോട്ട്, ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സുകളുടെയൊക്കെ ഡീറ്റെയിൽഡ് നോട്ട്. ഇപ്പോൾ എക്കണോമിക്സിലെ പാർട്ട് 2 കവർ ചെയ്തു, ഇതിനു മുമ്പ് പാർട്ട് 1 കവർ ചെയ്തിരുന്നു. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.